സിനിമാസിന്റെ പുതിയൊരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മാസം ഏപ്രിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന മൂവികൾ ഏതെല്ലാം എന്നാണ്. ഒരുപാട് കൂട്ടുകാർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മൂവികളാണല്ലോ ഈ മാസം തിയേറ്ററുകളിലേക്ക് വരാൻ നിൽക്കുന്നത്. അതേപോലെ തന്നെ വിഷു ആയിട്ട് റിലീസ് ചെയ്യുന്ന ഒരുപാടധികം മൂവികൾ ഈ ലിസ്റ്റിലുണ്ട്. ആദ്യമായിട്ട് ഏപ്രിൽ 4-ാം തീയതി തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് മാത്യു തോമസ് നായകനായി എത്തുന്ന ലൗലി എന്ന ഒരു മൂവിയാണ്. മലയാളത്തിൻ്റെ ഈച്ച മൂവിയായി മാറുമോ സിനിമ എന്ന് നമുക്ക് ഏപ്രിൽ 4-ാം തീയതി അറിയാം. അതേപോലെ തന്നെ ഏപ്രിൽ 10-ാം തീയതിയാണ് ഒരുപാടധികം മലയാള സിനിമകളും അതേപോലെ തന്നെ തമിഴ് സിനിമകളും റിലീസ് ചെയ്യുന്നത്. എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി നായകനായി എത്തുന്ന ബസൂക്ക എന്ന മൂവി ഏപ്രിൽ 10-ാം തീയതിയാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. മമ്മൂട്ടിയുടെ ഒരു വ്യത്യസ്തതയുള്ള ഒരു സിനിമയായിട്ടാണ് നമ്മളിത് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയുമാണ് ഇത്. കാത്തിരിക്കാം മമ്മൂട്ടിയെ തിയേറ്ററുകളിൽ നമുക്ക് ആവേശത്തോടെ കാണുന്നതിന് വേണ്ടി. അടുത്തതായി 10-ാം തീയതി ഇറങ്ങുന്നത് അജിത്ത് നായകനായി എത്തുന്ന ഗുഡ് ബാൾ അഗ്ലി എന്ന മൂവിയാണ്. അജിത്തിൻ്റെ അടുത്തതായിട്ട് ഒരു പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു മൂവിയായിട്ടാണ് ഇതിനെ നമ്മൾ കണക്കാക്കുന്നത്. സിനിമയുടെ വന്ന എല്ലാ കണ്ടന്റുകളായാലും എല്ലാം നമ്മളെ ആവേശഭരിതമാക്കുന്നതാണ്. അതേപോലെ തന്നെ ഏപ്രിൽ 10-ാം തീയതി ഇറങ്ങുന്ന ഒരു മലയാളം സിനിമയാണ് ബേസിൽ ജോസഫ് നായകനായി എത്തുന്ന മരണമാസ് എന്ന മൂവി. സിനിമയുടെ ട്രെയിലർ ആയാലും അതേപോലെ തന്നെ എല്ലാം കൊണ്ടും ഒരു പക്ക മാസ് കോമഡി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വരുന്നൊരു മൂവിയാണ് എന്ന് ഉറപ്പായിരിക്കുകയാണ് ഈ സിനിമ. ആവേശത്തോടെ കാത്തിരിക്കാം ബേസിൽ നായകനായി എത്തുന്ന ഈ സിനിമയ്ക്ക് വേണ്ടി. അതേപോലെ തന്നെ ഏപ്രിൽ 10-ാം തീയതി ഇറങ്ങുന്ന അടുത്തൊരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന എന്ന മൂവി. തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഇത്. നെസ്ലിനാണ് സിനിമയിൽ നായകനായിട്ട് വരുന്നത്. ഒരു സ്പോർട്സ് ഫൈറ്റ് മൂവി ആയിട്ടാണ് സിനിമ വരുന്നത്. അതേപോലെ തന്നെ സിനിമയും അടുത്തതായിട്ട് പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു സിനിമയാണ്. അതേപോലെ തന്നെ ഏപ്രിൽ 25-ന് ഇറങ്ങുന്ന ഒരു തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് വിഷ്ണു മഞ്ജു നായകനായി എത്തുന്ന കണ്ണപ്പ എന്ന മൂവി. ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് സിനിമ വരുന്നത്. അതേപോലെ തന്നെ സിനിമയിൽ ഒരു ഗസ്റ്റ് റോളായിട്ട് നമ്മുടെ ലാലേട്ടൻ, പ്രഭാസ്, അക്ഷയ് കുമാർ, കാജൽ അഗർവാൾ, ഇന്ത്യയിലെ തന്നെ വലിയ താരനിരയാണ് സിനിമയിലുള്ളത്. ഈ മാസം 25-ന് ഇറങ്ങുന്ന ഈ സിനിമയ്ക്ക് അത്ര നല്ല ഹൈപ്പല്ല പൊതുവേ ഉള്ളത്. സിനിമയുടെ കണ്ടന്റുകളായാലും എല്ലാം അത്ര അങ്ങ് ക്വാളിറ്റി വരുത്താത്തതാണ് സിനിമയുടെ ഹൈപ്പ് കുറയുന്നതിനുള്ള ഏറ്റവും വലിയ കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.